വെറുതെ ചോറിയും കുത്തി ഇങ്ങനെ ഇരിക്കുമുണ്ട് എന്നെയും തേടി അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി വരുന്നു. നോക്കുമ്പോൾ കാര്യം എന്താ, നാളെയാണ് അത്ര അവരുടെ കുട്ടിയുടെ സ്കൂളിൽ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. വേസ്റ്റിൽ എന്താ ഇപ്പം ക്രാഫ്റ്റ് ചെയ്യുക, ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ വേസ്റ്റ് എവിടുന്ന എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാം, കാരണം അവർക്കറിയില്ലല്ലോ മൂർഖനെയാണ് ചവിട്ടിയതെന്ന്. ബിക്കോസ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ വേസ്റ്റിൻ്റെ ഒരു സാമ്രാജ്യം ഞാനിവിടെ കെട്ടിപ്പണിതിട്ടുണ്ടെന്ന്. ഐ മീൻ എല്ലാ വേസ്റ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ എൻ്റെ തലയിൽ കത്തിയ ഒരു ഐഡിയ ആണ്, ഒരു വാൾ ഡെക്കർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കസിൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത കേക്ക് ബോർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കളക്ട് ചെയ്ത് വെച്ച പിസ്ത ഷെൽസും എടുത്തു. പിന്നെ എവിടുന്നോ പോകുമ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ച ഒരു കപ്പും എടുത്തു വെച്ചു. അപ്പോൾ വേസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് പണി ചെയ്താൽ മതി. എല്ലാത്തിനെയും നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിസ്ത ഷെൽസിനെ കൊണ്ട് ചെറിയൊരു തട്ടിക്കൂട്ട് ടുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു ടുലിപ്പ് ഫ്ലവേഴ്സിന് വേണ്ടത് 3 പിസ്ത ഷെൽസാണ്. അങ്ങനെ അതും ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് നല്ലൊരു ചെറിയൊരു ടുലിപ്പ് ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കപ്പിന് 2ആയി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ടുലിപ്പ് ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് ഈ ബേസിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ ഇത് വേസ്റ്റ് കൊണ്ട് ചെയ്തതാണെന്ന് ആരും പറയത്തില്ല. ഇത് കംപ്ലീറ്റ്ലി വേസ്റ്റാണ്. പിസ്ത ഷെൽസ്, കപ്പ്, പിന്നെ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ബേസ്, അതൊക്കെ എല്ലാവരും കളയാറല്ലേ പതിവ്. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർ ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കും, എന്തെങ്കിലും യൂസ് വരുമെന്ന് വെച്ച്. അങ്ങനെ പറഞ്ഞതാ ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഒരു യാണിൽ, ഗ്രീൻ കളർ യാണിൽ അതിൻ്റെ സ്റ്റെമ്മ് പോലെയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ യാണും ഇവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതും യൂസ് ചെയ്ത് വെച്ചു. പിന്നെ ചെറുതായിട്ട് ഓപ്ഷണലായിട്ട് ഞാൻ വെറുതെ ഒരു ലീഫും വെച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സാധനം? നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ എങ്ങനെയുണ്ടെന്ന്.